എല്ലാവർക്കും നമസ്കാരം. ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യം നമ്മുടെ ഫാമിലെ താമര ചെടിയുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളാണ്. ഒരു വർഷം മുമ്പ് വരെ താമര വളർത്തുന്നവരെയും ട്യൂബർ വിൽപ്പന നടത്തുന്നവരെയൊക്കെ ഞങ്ങൾ കളിയാക്കിയിരുന്നു. എത്ര വൈവിധ്യമുള്ള താമരകളാണെന്നോ ഓരോരുത്തരെ ചട്ടിയിലൊക്കെ വളർത്തുന്നത്. അന്ന് ഞങ്ങൾക്കും തോന്നി താമരയോട് ഒരു ഭ്രാന്ത്. അങ്ങനെ നമ്മുടെ ഫാമിൽ ലോട്ടസ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് താമര ട്യൂബറുകൾ വാങ്ങി ഫാമിലെത്തിച്ചു. അതിൽ ഒരു ട്യൂബറിന് തന്നെ ഏകദേശം 3000 രൂപയൊക്കെ വിലയുണ്ടായിരുന്നു. ബുച്ച എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ 2000 രൂപയ്ക്ക് വാങ്ങിയ ഗ്രീൻ ആപ്പിളും അതിലുണ്ടായിരുന്നു. 100 കണക്കിന് ചട്ടികൾ തൃശ്ശൂരിൽ പോയി വാങ്ങി ലോട്ടസ് ഗാർഡൻ സെറ്റാക്കി. അപ്പോഴത്തെ കാഴ്ചകളാണ് ഇത്. നാൽപ്പത് വെറൈറ്റികൾ നമ്മൾ നട്ടു വളർത്തി, ട്യൂബറുകൾ മാറ്റി വെച്ചു. പക്ഷേ താമരയുടെ വിപണി ഇടിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൂടാതെ താമരയുടെ പരിപാലനം നമ്മൾ പഠിച്ചെടുക്കാനും കുറച്ച് സമയമെടുത്തു. ഇടക്കാലത്ത് പലവിധ തിരക്കുകൾ കൊണ്ട് ലോട്ടസ് ഗാർഡൻ നമ്മൾ മറന്നേ പോയി. ശ്രദ്ധിക്കാനേ സമയം കിട്ടിയില്ല. ഇപ്പോഴത്തെ കാഴ്ച കണ്ടപ്പോൾ ആകെ ഒരു വിഷമം. ഇതാണ് ഈ കാഴ്ച. അന്ന് ലോട്ടസ് ഗാർഡൻ നിന്ന സ്ഥലത്ത് ആർക്കും വേണ്ടാതെ ചട്ടികളിൽ താമര. എന്തായാലും ചട്ടിക്കുള്ളിൽ താമര ട്യൂബറുകൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പുല്ല് കയറി കിടക്കുവാണെങ്കിലും വേനൽക്കാലത്ത് ചട്ടിയിൽ നമ്മൾ വെള്ളം ഉറപ്പാക്കിയിരുന്നു. അതുകൊണ്ട് ട്യൂബർ നശിച്ചു പോയില്ല. പോയതൊക്കെ കളഞ്ഞ് നമ്മൾ ചട്ടി ഇങ്ങനെ കമഴ്ത്തി വെച്ചു. വേനൽക്കാലത്ത് ചട്ടി പൊട്ടിച്ച് ട്യൂബർ മാറ്റി നടാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇങ്ങനെയായി. അഞ്ഞൂറിലധികം ചട്ടികളിലായിരുന്നു നമ്മുടെ ലോട്ടസ് ഗാർഡൻ. എന്തായാലും ചട്ടിക്കുള്ളിൽ താമര ട്യൂബർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കണ്ടില്ലേ, ചട്ടികളിലേക്ക് താമര വളർന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുള വരാത്ത ഒരു ചട്ടി പരിശോധിച്ച് നോക്കാം ഇതിൽ ട്യൂബർ ഉണ്ടോ എന്നുള്ളത്. എല്ലാം പുല്ല് വന്ന് മൂടി. മഴക്കാലത്ത് താമര വളരില്ല. നല്ല വെയിലാണ് താമരയ്ക്ക് ആവശ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും. ഇതാ വെള്ളത്തിനിടയിൽ ട്യൂബറുകളിൽ തൊടാൻ പറ്റുന്നുണ്ട്. ഒത്തിരി വളർന്നു കിടക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. നമുക്ക് ചെളിയൊക്കെ കഴുകി മെല്ലെ എടുക്കാം. വട്ടത്തിലുള്ള ചട്ടിയിലാണ് താമര പ്രധാനമായും വളരുക. അപ്പോൾ പെട്ടെന്ന് വളർന്ന് പൂവുണ്ടാവും. പിന്നെ ഒരു 4 മാസം കൊണ്ട് തന്നെ ട്യൂബറും ഉണ്ടാവും. പിന്നെ മെല്ലെ ഇത് നമുക്ക് പറിച്ച് നടാം. ഒരു ചട്ടിയിൽ നിന്ന് മിനിമം 5 ചട്ടിയിലേക്ക് പറിച്ച് നടാനുള്ള ട്യൂബറെങ്കിലും കിട്ടും. നല്ല കരുത്തില്ലാത്തത് മറ്റുള്ളതിൻ്റെ കൂടെ നടാം. നമുക്ക് മെല്ലെ ഇവനെ മറിച്ചിട്ടാൽ എത്ര ട്യൂബർ ഇതിൽ വളർന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. നോക്കൂ എത്ര ട്യൂബറാണ് ഇതിലുള്ളതെന്ന്. നല്ല സ്ട്രോങ് ആയ 5ൽ കൂടുതൽ ട്യൂബറുണ്ട്. 10ഓളം ചട്ടികളിലേക്ക് മാറ്റാനുള്ള ട്യൂബർ ഇതിൽ തന്നെയുണ്ട്. ഇതിലൊരു ട്യൂബർ നട്ടാൽ തന്നെ ഒരു വർഷം കൊണ്ട് 10 ചട്ടികളിലേക്ക് നമുക്ക് മാറ്റി നടാൻ പറ്റും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടിയത്. ഇപ്പോഴെല്ലാം മിക്സായി കിടക്കുകയാണ്. ട്യൂബർ മാത്രമല്ല നടാൻ പറ്റുന്നത്, കനം വെക്കാതെ കിടക്കുന്ന ഭാഗമാണ് റണ്ണർ. ഇതിൽ നാമ്പുകൾ ഉണ്ടാകും. ഇത് നട്ടാലും നമുക്ക് താമര ഇലകൾ ഉണ്ടാവുകയും പൂ ഉണ്ടാവുകയും ചെയ്യും. നമുക്കിപ്പം ധാരാളം ട്യൂബർ ഉള്ളത് കൊണ്ട് തന്നെ റണ്ണറിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ചെറിയ ട്യൂബറിൽ നിന്ന് നോക്കൂ ഇലകൾ വരെ വരാൻ തുടങ്ങി. എന്തായാലും ഇവനെ ഇനി അധികം ഇവിടെ ഇടാൻ പറ്റില്ല. അടുത്ത ആഴ്ച നമുക്ക് ലോട്ടസ് ഗാർഡൻ ഒന്ന് സെറ്റാക്കാം. എല്ലാ ചട്ടിയും പൊട്ടിച്ച് ട്യൂബർ എടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ട്യൂബർ വേണമെങ്കിൽ വിളിച്ചോ, കാരണം ഞങ്ങളിത് തരാം. 100 കണക്കിന് ട്യൂബറുകൾ ഇവിടെ ഉണ്ടാകും. നമുക്ക് ഇത് പൊട്ടിച്ചാൽ 1% പോലും നമുക്കിത് ചട്ടികൾ നടാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യക്കാർക്ക് എല്ലാം തരാനുള്ള ട്യൂബർ ഉണ്ടാവും. വെറുതെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ താമര വിരിയട്ടെ. അപ്പോൾ ചെറിയ ഗാർഡൻ ഓർത്താൽ മതി. താമര ട്യൂബർ നടുന്നത് എങ്ങനെയെന്ന് കൂടി അടുത്ത ആഴ്ച ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാം. ചട്ടി എവിടെ കിട്ടും, അതുപോലെ വളം എവിടെ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്ത് വളം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ താമര ചട്ടി പൊട്ടിക്കുമ്പോൾ കാണാം. ഓഗസ്റ്റ് 5-നും 20-നും ഇടയിലാണ് നമ്മളിത് പൊട്ടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ട്യൂബർ വേണ്ടവർ നേരത്തെ അറിയിച്ചാൽ നമുക്ക് സെറ്റാക്കാം. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഫാമിൽ ഒരുപാട് വിശേഷങ്ങൾ ഇനിയുമുണ്ട്.
അതിൻ്റെയൊക്കെ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ യഥേഷ്ടം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓക്കെ.